ഗുലാബി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് മക്കളെ, പഠിക്കില്ലേ? സുഖമല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൂന്ന് കൂട്ടുകാരെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? മൻഹും ആരൊക്കെയാ? അൽ ഫറാഷ, അൽ ഉസ്ഫൂർ, അൽ ജറാദ്. ഉസ്ഫൂർ, ഫറാഷ, ജറാദ്. അവരെന്താ ചെയ്യുന്നത്? അന്നഹും യതീറൂന ഫിൽ ഗാബ. കാട്ടിലൂടെ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയല്ലേ. അവസാനം അവരൊരു ബുസ്താനിലെത്തി. ബുസ്താനിൽ അവർ അഹറാസ് കണ്ടു, വർദ് കണ്ടു, ഷത്തല കണ്ടു അല്ലേ. കുറെ ചെടികളും മരങ്ങളും ഒക്കെ അവർ കണ്ടു. അങ്ങനെ അവർ വീണ്ടും നമ്മുടെ കൂട്ടുകാര് മൂന്ന് പേരും വീണ്ടും യാത്ര തുടർന്നു അല്ലേ. അങ്ങനെ യാത്ര തുടർന്ന് അവർ പോയിക്കൊണ്ടിരിക്കുമ്പോ അവിടെ വേറെന്തോ അവര് കണ്ടു. ആരൊക്കെയുണ്ട് നോക്കൂ. അപ്പൊ നമ്മുടെ ഉസ്ഫൂർ പറയാണ്, ഷുഫ് ഷുഫ്, നോക്ക്, മന്ദറും ജമീൽ, മന്ദറും ജമീലായി, നല്ല മനോഹരമായ കാഴ്ചയാണല്ലോ. ഇവിടെ ആരൊക്കെയോ വേറെ കൂട്ടുകാരുണ്ട് അല്ലേ. മൻഹുവ? ഹുവ ത്വാവൂസ്. ഇതാരാണ്? ത്വാവൂസ്. ലഹു രീഷുൻ ജമീൽ, നല്ല മനോഹരമായ രീഷുണ്ട് അതിന് അല്ലേ. പിന്നെ മൻഹുവ? ഹുവല്ലദീ മദാ യതസല്ലഖ് അലൽ അലശ്ശജറ, മരത്തിന്റെ മുകളിൽ കയറുന്നവനെ അറിയില്ലേ? കുരങ്ങച്ചല്ലേ, കിർദ്. മൻഹുവ? അൽ ഖിർദ്. ഓ, അതാ ഹൈവാനുൻ കബീർ, വലിയ ഒരാൾ കൂടി ഉണ്ട് അല്ലേ. അതാരാണ്? നമ്മുടെ ആനച്ചാരാണ് അല്ലേ. ഫീൽ. ആരാണ്? ഫീൽ. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. നമ്മുടെ മയിലച്ചൻ എന്താ ചെയ്യുക? മയില് ഡാൻസ് ചെയ്യും. ഡാൻസ് ചെയ്യുന്ന നമ്മൾ എങ്ങനെ അറബിയിൽ പറയും? യർഖുസു. പറഞ്ഞേ, യർഖുസു അത്വാഊസു. എന്താ പറയാ? യർഖുസു ത്വാഊസു. മയില് ഡാൻസ് ചെയ്യുന്നു. മൻ യർഖുസു? ആരാ ഡാൻസ് ചെയ്യുന്നത്? അത്വാഊസ്. അത്വാഊസ്, മയിലില്ലേ. വമൻ ഹുവ? ഹുവൽ ഫീൽ. ഇത് ഫീലാണല്ലേ. മാതാ യഫഅലുൽ ഫീൽ? ഫീൽ എന്താ ചെയ്യുന്നത്? യശ്റബു. പറഞ്ഞേ, യശ്റബു, കുടിക്കുന്നു. എന്താ കുടിക്കുന്നത്? അൽമാ. അൽമാ. പറഞ്ഞ മക്കളെ, യശ്റബുൽ ഫീലു അൽമാ. യശ്റബുൽ ഫീലു അൽമാ. വമൻ ഹുവ? ഹുവൽ ഖിർദ്. ആരാണത്? ഖിർദ്. ഖിർദ് എന്താ ചെയ്യുന്നത്? അൻഹു യഅ്കുൽ. യഅ്കുൽ. പറഞ്ഞേ, യഅ്കുലു. എന്താ അവൻ തിന്നുന്നത്? അൽമൗസ്. അൽമൗസ്. യഅ്കുലുൽ ഖിർദു അൽമൗസ്. പരീക്ഷയ്ക്ക് ഈ പടം തന്നിട്ട് ഈ വാക്ക് എഴുതാൻ പറയൂ കേട്ടോ. ചിലപ്പോ ഈ വാക്ക് ഒഴിവായി കളയും. ഈ ഖിർദ് എന്ന വാക്ക് ഉണ്ടാവില്ല, ത്വാവൂസ് എന്ന വാക്ക് ഉണ്ടാവില്ല, ഫീൽ എന്ന വാക്ക് ഉണ്ടാവില്ല. അപ്പൊ മക്കളത് കണ്ടെത്തി എഴുതണം. മനസ്സിലായോ? അപ്പൊ കാട്ടില് ഏതൊക്കെ ഫീൽ ഉണ്ടായിരുന്നു, ത്വാവൂസ് ഉണ്ടായിരുന്നു, ആരുണ്ടായിരുന്നു? ഖിർദ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ കഥാപാത്രങ്ങളെ എല്ലാം മക്കൾക്ക് മനസ്സിലായില്ലേ? ഇതിലെ ആളുകളുടെ പേര് ഫീല്, ത്വാവൂസ്, ഖിർദ് അല്ലെ. പിന്നെ ഇതിനു മുമ്പും കുറെ ആളുകൾ നമ്മൾ പേര് പറഞ്ഞില്ലേ. ആരൊക്കെ ഉണ്ടായിരുന്നു? ലഖ്ലഖ് ഉണ്ടായിരുന്നു. പിന്നെ ആരായിരുന്നു? സമക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഹുനാക്ക ലിഫ്ദഉൻ അല്ലെ. ലിഫ്ദഉ, ഒരു ആമയുണ്ടായിരുന്നു. ഓർമ്മയില്ലേ? പിന്നെ ഒരു സുലഹ്ഫാത്ത് ഉണ്ടായിരുന്നു, ആമയുണ്ടായിരുന്നു. ആ പേരുകളൊക്കെ മക്കൾ ഇവിടെ താഴെ എഴുതണം. ആരാണ്? മൻഹുവ? ഹുവൽ ലഖ്ലഖ്. ആരാണ്? അൽ-ലഖ്ലഖ്. പറഞ്ഞേ, എഴുതില്ലേ? പിന്നെ വമൻ ഹുവ? ഇതാരാകുന്നു? ഹുവസ്സമക്, നമ്മുടെ മീനില്ലേ. മീൻ. നല്ല മീൻ. പിന്നൊരാളുണ്ടല്ലോ. പിന്നെ ആരാണ് ഇവിടെ? ഇതാരാണ്?
ഇത് നമ്മുടെ വർദ് അല്ലേ? വർദുൻ, വർദുൻ. ഇവിടെ അടുത്തൊരാൾ കൂടി ഇരിക്കുന്നുണ്ട്. നമ്മൾ എഴുതേണ്ടത് വർദ്, വർദ്. ഓക്കെ. പിന്നെ വമൻ ഹുവ, ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ സാറ്. താവൂസ്. ആരാണ്? താവൂസ്. സുമ്മമൻ, ഇതാരാണ് ഈ ഇതിൽ പിടിച്ച് കയറുന്നത്? പറഞ്ഞില്ലേ സാറ്? മൻ ഹുവ? ഹുവൽ ഖിർദ്, ഹുവ ഖിർദുൻ. ഔ വമൻ ഹുവ, ഇതാരാണ്? അതാ ഫീലുൻ. മക്കൾ ഇവിടെ എഴുതണം കേട്ടോ. ചിലവ് ഇത്രയാണ് ഇതില് നമുക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ കൂട്ടുകാര്, നമ്മൾ പരിചയപ്പെട്ട കൂട്ടുകാരുടെ എല്ലാം പേരുകൾ എഴുതി അല്ലെ? എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അപ്പൊ എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നമുക്കൊരു പാട്ട് പാടിയാലോ? പാട്ട് പാടാം അല്ലെ? എങ്ങനെ പാട്ട് പാടാം? ഉഹിബ്ബുൽ വർദ വസ്സഹ്റ ഉഹിബ്ബുൽ മൗസ വസ്സമറ ഉഹിബ്ബുൽ ഖത്റ വൽ മതറ ഉഹിബ്ബുൽ മാഅ വന്നഹ്റ ഉഹിബ്ബു الطير والشجر أحب الموج والبحر أحب الشمس والقمر أحب النور والفجر. പാടണം മക്കളെ. എങ്ങനെ പാടും? എങ്ങനെ പാടും? ഉഹിബ്ബുൽ വർദ വസ്സഹ്റ ഉഹിബ്ബുൽ മൗസ വസ്സഹ്റ വസ്സമറ. പിന്നെയോ ഉഹിബ്ബുൽ ഖത്റ വൽ മതറ ഉഹിബ്ബുൽ മാഅ വന്നഹ്റ ഉഹിബ്ബു الطير والشجر أحب الموج والبحر. പിന്നെയോ ഉഹിബ്ബു الشمس والقمر أحب النور والفجر. ഇഷ്ടമായ പാട്ട്? നമുക്ക് ഈ പാട്ടിന്റെ ഒരു ചിത്രം കണ്ടാലോ? അപ്പൊ ഉഹിബ്ബു, ഐ ലൈക്ക്, ഐ ലവ്, എനിക്ക് ഇഷ്ടാണെന്ന് പറയുന്നു കേട്ടോ. ഉമ്മാനോട് പറയണം ഉഹിബ്ബു ഉമ്മീ, എന്റെ ഉമ്മാൻ എനിക്ക് ഇഷ്ടാണ്. ഉഹിബ്ബു അബീ, എന്റെ വാപ്പാൻ എനിക്ക് ഇഷ്ടാണ്. വീട്ടിൽ പോയി പറയില്ലേ? ഉഹിബ്ബു ഐ ലൈക്ക്, എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നില്ലേ? അതുപോലെ ഇവിടെ നോക്കിയേ, സാറ് കുറെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ പാട്ടിൽ നമ്മൾ പറഞ്ഞ ഉഹിബ്ബുൽ വർദ വസ്സഹ്റ മാ ഹാദാ, വർദ്ദാണില്ലേ? അതാണ് പറയുന്നത് ഉഹിബ്ബുൽ വർദ വസ്സഹ്റ, എനിക്ക് റോസാപ്പൂ ഇഷ്ടമാണ്. അല്ലേ? ഉഹിബ്ബുൽ വർദ വസ്സഹ്റ. പിന്നെയോ വമൻ, ധാരാണ്? മൗസ് അല്ലേ? ഉഹിബ്ബുൽ മൗസ വസ്സമറ, എനിക്ക് മൗസും ഇഷ്ടാണ്, മൗസേ പഴവും ഇഷ്ടാണ്. പിന്നെയോ പിന്നെന്താ? ഹായ്, ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് അല്ലേ? ഉഹിബ്ബുൽ ഖത്റ വൽ മതറ, മഴയും മഴത്തുള്ളിയും ഇഷ്ടമല്ലേ മഴയത്ത് കളിക്കാൻ നിങ്ങൾക്ക്? അപ്പൊ ഉഹിബ്ബുൽ ഖത്റ വൽ മതറ, എനിക്ക് മഴയും മഴത്തുള്ളിയും ഇഷ്ടാണ്. അത് മാത്രമാണോ? കണ്ട കാഴ്ചയിൽ നെഹ്ർ ഉണ്ടായില്ലേ? നെഹ്റിലെ വെള്ളം ഇഷ്ടമല്ലേ? ഉഹിബ്ബുൽ മാഅ വന്നഹ്റ, അങ്ങനെയും പറയണം നമ്മള്. ഉഹിബ്ബുൽ മാഅ വന്നഹ്റ, മാവും നെഹ്റും എനിക്ക് ഇഷ്ടമാണ്. പിന്നെയോ പിന്നെന്താ ഇഷ്ടം മക്കൾക്ക്? ഉഹിബ്ബു, ഇവിടെ മരമുണ്ട്, കിളിയുണ്ട് അല്ലേ? ഉഹിബ്ബു الطير والشجر, കിളിയും മരവും എനിക്ക് ഇഷ്ടമാണ്. എനിക്കിഷ്ടല്ലേ? ഉഹിബ്ബു الطير والشجر. പിന്നെ അവസാനം ഉഹിബ്ബുൽ മൗജ വൽ ബഹ്റ, മൗജ് ബഹർ കടലിലെ, കടലിലെ തിരമാലയിൽ കളിക്കാൻ ഇഷ്ടമല്ലേ? ഉഹിബ്ബുൽ മൗജ വൽ ബഹ്റ. പിന്നെന്താണ്? ഇവിടെ ചന്ദ്രനുണ്ട്, ഇവിടെ സൂര്യനുണ്ട്. സൂര്യൻ അസ്തമിച്ചപ്പോ ആര് വന്നു? ചന്ദ്രൻ വന്നു അല്ലേ? ഷംസ് സൂര്യൻ, കമർ ചന്ദ്രൻ. ഉഹിബ്ബു ഷംസ വൽ ഖമറ, രാത്രിയിൽ എന്ത് ഭംഗിയാണ് കാണാൻ, അതും ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ ആയാലോ? ഉഹിബ്ബു നൂറ വൽ ഫജ്റ, സൂര്യൻ വീണ്ടും വരുന്ന പ്രഭാതം അല്ലേ? മോർണിംഗ് ആകണവും ഇഷ്ടമാണ്. അപ്പൊ പാട്ട് മനസ്സിലായില്ലേ? കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പൊ പാട്ട് പാടണം. ഉഹിബ്ബുൽ വർദ വസ്സഹ്റ ഉഹിബ്ബുൽ മൗസ വസ്സമറ, അങ്ങനെ പാടണം കേട്ടോ. പാടി പഠിക്കണം എല്ലാവരും ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ഇവിടെ നോക്കൂ മക്കളെ, ഇവിടെ കുറച്ച് വാക്കുകൾ എഴുതിയിട്ടുണ്ട് അല്ലേ?
هناك بعض الكلمات هل تستطيعون أن تقرأوا ഇത് വായിക്കാൻ കിട്ടുമോ? സ്വഖറുൻ അല്ലേ? ഒരു വാക്ക് മാത്രം റെഡിൽ കൊടുത്തിട്ടില്ലല്ലോ. ഏതാണ് അക്ഷരം? സ്വ. ഏതാണ്? സ്വ. പിന്നെയോ ഈ സ്വ നമ്മുടെ ഈ വാക്കിന്റെ തുടക്കത്തിലാ വന്നിട്ടില്ലല്ലേ? സ്വ. എന്നാൽ അടുത്ത വാക്ക് എന്താണ്? ബസ്വലുൻ. ബസ്വലുൻ. ഇവിടെ സ എവിടെയാ? ഇതിന്റെ ഇടയിലാ വന്നിരിക്കുന്നത് അല്ലെ? ഈ വാക്കിന്റെ ഇടയിൽ. സുമ ഖഫസുൻ. ഖഫസുൻ. ഇവിടെയോ ഈ സ്വ എങ്ങനെ വന്നിരിക്കണേ? ഈ അവസാനത്തിൽ. അപ്പൊ ഈ അവസാനം വന്നപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് വന്നപ്പോഴും ആദ്യത്തിൽ വന്നപ്പോഴും വേറെ വേറെ രീതിയിലല്ലേ എഴുതിയിട്ടുള്ളത്. അത് നമ്മൾ പഠിക്കണ്ടേ? അതിനാണ് സാർ ഇവിടെ കണ്ട അവിടെ വരയ്ക്കാൻ നമ്മൾ എങ്ങനെ വരയ്ക്കേണ്ടത്? ഇവിടെ എങ്ങനെ വരയ്ക്കേണ്ടത്? സാറൊന്ന് വരച്ചു നോക്കട്ടെ. ഇങ്ങനെ ഇവിടെ നിന്ന് വരച്ച് ഇങ്ങനെ വന്ന് ഇങ്ങനെ തുടക്കത്തിൽ എഴുതുമ്പോ സ്വ ഉണ്ടോ? ഇനി ഇടയ്ക്കാണെങ്കിലോ ഇതുപോലെ ഇതുപോലെ ഇടയ്ക്കാണെങ്കിൽ എങ്ങനെ എഴുതണം? ഇടയ്ക്കാകുമ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും? ഇതിങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് ഇങ്ങനെ കേട്ടോ. ഒന്നും കൂടി എഴുതാ സാറ്. വീണ്ടും ഇവിടെ തന്നെ വന്ന് ഇങ്ങനെ കേട്ടോ. സ്വ. സാർ അതിന്റെ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. പിന്നെ അവസാനം വരുമ്പോ എന്താണ്? അവിടെ ഇങ്ങനെ തന്നെയാണ്, പക്ഷെ ഇങ്ങനെ വരയ്ക്കും നമ്മൾ അല്ലെ? ഇങ്ങനെ വരച്ചിട്ട് അവസാനത്തിൽ ഇത്രയും വലുതാക്കി എഴുതണം. സ്വ. മനസ്സിലായോ? സ്വ ഒറ്റക്ക് എഴുതുമ്പോഴോ ഇങ്ങനെ ഇരിക്കും. എന്താ ഒറ്റക്ക് എഴുതുന്നത് നമ്മൾ പഠിച്ചല്ലേ? സ്വ. അപ്പൊ ഈ 4 രീതിയിൽ മക്കൾക്ക് എഴുതാൻ പറ്റും. സ്വായുടെ മുകളിൽ ഒരു കുത്തു വന്നാൽ എങ്ങനെ ഇരിക്കും? ള എന്ന് പറയില്ല നമ്മളെ. അതാ ള. ഇവിടെ കണ്ട ള എഴുതിയിരിക്കുന്നത് നേരത്തെ സ്വായുധി പോലെ തന്നെ ഒരു കുത്തു മാത്രമേ അധികമുള്ളൂ. ലൈഫുൻ. എങ്ങനെ വായിക്കും? ലൈഫുൻ. ള ഇടയിൽ വന്നിരിക്കുന്നു അല്ലേ? മരീലുൻ. ഇവിടെ അവസാനത്തിൽ വന്നിരിക്കുന്നു. അർദുൻ. ഇവിടെ ഒറ്റയ്ക്ക് എഴുതിയിരിക്കുന്നു അല്ലേ? അപ്പൊ മക്കള് ആ എഴുതി കറക്റ്റ് ള എഴുതി പഠിക്കണം കേട്ടോ. ള ള. ഓക്കെ, നമുക്ക് സ്വായുടെ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. فلنقرأ في كل مكان للغة العربية نشدو ونغني أحلى الألحان. الصاد مع الفتحة صا 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 صا. الصاد مع الضمة صو 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 صو. الصاد مع الكسرة صي 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 صي. والصاد مع الساكن صا 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 صا. مفتوحة صقر കണ്ടാ? സാ. സാഗർ തുടക്കത്തിൽ വന്നപ്പോ കണ്ടില്ലേ? സാ. صاد مضمومة صندوق صو 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 صندوق. صاد مكسورة صنارة صي 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 صنارة. الصاد الساكنة قصر. ഇടയിൽ ഇങ്ങനെ സ്വ കസ്സറ കസ്സറ സ. ഇനി നമുക്ക് ലായുടെ കൂടി നോക്കാം. ലായുടെ കൂടി നോക്കുമല്ലേ? ശ്രദ്ധിച്ചോട്ടാ. والكل حروف ذهبية. حرفا نقرأ حرفا نكتب ونلون حرفا فنان. دان 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 دان. فلنقرأ في كل مكان. ض ض ض ض. الضاد مع الضمة ضو ضو ضمة ضو ضو ضو. الضاد مع الكسرة ضي ضي ضي. ضاد لا ضو കണ്ടില്ലേ? ضباط ضو 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 ضباط. الضاد المكسورة ضد ضفدع. നമ്മൾ കുറച്ച് വാക്കാണ്. ضفدع ضي 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 ضي. ضفدع. الضاد الساكنة مضرب ضد. ലാ ഇടയിൽ വന്നപ്പോ എഴുതി കണ്ടില്ലേ? അപ്പൊ ഇങ്ങനെ 4 രീതിയിൽ മക്കള് എഴുതാൻ പഠിക്കണം. വ തുടക്കത്തില്, ല ഇടയില്, ല അവസാനത്തില്, ല ഒറ്റയ്ക്ക് കേട്ടോ. ഇങ്ങനെ എഴുതി
പഠിക്കണം. ഇൻഷാ അല്ലാ. അപ്പൊ നമ്മളത് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വാക്കുകൾ ഇവിടെ കൂട്ടിച്ചേർക്കാം. എന്താ വായിക്ക? ആ ബ് ആ ആ ബ് യാ ലു അല്ലേ? അപ്പൊ ആ ബ് യാ ലു ആ ബ് യാ ലു എന്ന് എഴുതണം, ചേർത്ത് എഴുതണം. പിന്നെ റുസ്നുൻ റുസ്നുൻ റുസ് ഇവിടെ ഈ സ്വ ഇടയിലാണ് അല്ലേ? അപ്പൊ നമ്മള് ഇടയ്ക്ക് നോക്കി എഴുതണം. മനസ്സിലായി? ഇടയ്ക്ക് കറക്റ്റ് ആക്കി എഴുതണം. പിന്നെയോ സ്വാദുറുൻ ഇവിടെ സ്വ തുടക്കത്തിലല്ലേ? സ്വാദുറുൻ സ്വാദുറുൻ ഇവിടെ എഴുതിക്കണ്ടില്ലേ? അടുത്തത് സൂസുൻ സുൻ സുൻ അല്ലെ? തുടക്കത്തിൽ സ്വയുണ്ട്, പിന്നെ അവസാനത്തിലും സ്വയം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ വാക്കുകൾ എഴുതേണ്ടത്. പിന്നെ നോക്കൂ, പിന്നെ അപ്പൊ നമ്മുടെ ഈ കൂട്ടുകാരെല്ലാവരും കൂടി പറയുകയാണെന്ത്? അൽ അർളു ജമീല. അൽ അർളു നമ്മുടെ ഫിസ്ഫൂറുണ്ട്, ഫറാഷയുണ്ട്, ജറാദും കൂടി അല്ലെ? അവർക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോ അവര് പറഞ്ഞ എന്താണ്? അൽ അർളു ജമീല, ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഈ ഭൂമി നല്ല ഭംഗിയാണ് അല്ലെ? അതുകൊണ്ട് ഈ ഭൂമി, ഈ നേച്ചർ എല്ലാവർക്കും ഉള്ളതാണ് അല്ലെ? അതുകൊണ്ട് നമ്മളതിനെ വൃത്തിയായിട്ടും സുരക്ഷിതമായിട്ടും സൂക്ഷിക്കണം എന്നാണ് പോസ്റ്റർ. അപ്പോ അവരൊരു പോസ്റ്റർ പതിപ്പിച്ചതാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഈ വാക്ക് വെച്ചൊരു പോസ്റ്റർ ഉണ്ടാക്കാൻ നോക്കൂ, പ്രകൃതിയെ കുറിച്ച്, കാഴ്ചകളെ കുറിച്ച്. എത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സാർ പറയുന്നത്. അപ്പൊ മക്കളുടെ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ ഈ ചാനൽ തന്നെ ഉണ്ട്, പോയി കാണാം. വീണ്ടും കാണാം. ആക്ടിവിറ്റികളൊക്കെ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.